വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കാട മുട്ടയും കൊണ്ട് നല്ല അടിപൊളി ഒരു റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ കാടമുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് ഇടാൻ വേണ്ടി സവാള, ക്യാപ്സിക്കൻ, തക്കാളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ചേർത്താൽ മതിയേ. അപ്പോൾ അതൊന്ന് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് സവാള, നേരത്തെ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില, പച്ചമുളക്, ക്യാപ്സിക്കൻ എന്നിവ നമുക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിവയൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വെന്ത് തക്കാളി നല്ല ഒന്ന് വെന്തിറങ്ങണം. നല്ലൊരു പരുവമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മുട്ട വേവിച്ച് പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കിയിട്ട് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രത്തോളം മുട്ട എടുക്കുന്നു അതനുസരിച്ച് നമുക്ക് ഈ പൊടികളൊക്കെ ചേർക്കാവുന്നതാണ്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഏത് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഗരം മസാല പൊടി അതും കുറച്ച് ചേർത്താൽ മാത്രം മതി. ഇനി ഇവയെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നത്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കാടമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള ആളിൻ്റെ അനുസരിച്ച് നമുക്ക് മുട്ട എടുക്കാവുന്നതാണ്. ഞാൻ വളരെ കുറച്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മുട്ട എടുക്കാം അത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമേ. ഇനി ഇത് നല്ലപോലെ ഈ കടന്നൊന്ന് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഇതിൻ്റെ മസാലയൊന്ന് ട്രൈ ആക്കി എടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവി കുറച്ചും കൂടെ വറ്റുന്നതായിരിക്കും. അപ്പോൾ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക. വളരെ ടേസ്റ്റിയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെറൈറ്റി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.